അസർബൈജാനിലെ കിഡിലൻ സൂവിലെ അടിപൊളി മൃഗങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നോക്കിയേ, ബാക്കു സൂ പാർക്ക്. ബാക്കു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അസർബൈജാൻ്റെ തലസ്ഥാനമാണ് ബാക്കു. അവിടുത്തെ കിഡിലൻ സൂ ആണ്. അപ്പോൾ ആദ്യം തന്നെ കാക്കനെ കണ്ട് ഞെട്ടണ്ട. ഇവിടെ കണ്ടോ, ഇതാണ് മുള്ളൻ പന്നി. ഇതൊക്കെ അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയത്. ഇവിടെ അതിമനോഹരമായ ഒരു സംഭവമാണ് കേട്ടോ. കണ്ടോ, ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ ഡാൻസ് കളിക്കും, സെലൂട്ട് അടിക്കാൻ പറഞ്ഞാൽ സെലൂട്ട് അടിക്കും. ഇത് കങ്കാരു. അവനെ ഓസ്ട്രേലിയയിൽ പോയി കഴിഞ്ഞാലാണ് നമ്മൾ കാണുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട്. ഇത് നല്ലൊരു അട്രാക്റ്റീവ് സംഭവം തന്നെയാണ്. ഇതൊക്കെ കണ്ടോ, ഇതിന് സഞ്ചി, സാധാരണ കങ്കാരുവിന് സഞ്ചി ഉണ്ടാവും, ഇതിന് അതില്ല, ഒരു കുഞ്ഞാണ്. പിന്നെ മയിൽ, എവിടെ ചെന്നാലും മയിൽ ഉണ്ടാവുമല്ലോ, അതുപോലത്തെ ഒരു ജീവിയാണ് ഈ കാണുന്നത്. ഓക്കെ, ഇതിവിടെ കുഞ്ഞു താറാവ്, ബ്ലാക്ക് കളർ താറാവ്, ഒരു വ്യത്യസ്ത ഇനം താറാവുകളാണ്. അസർബൈജാനിലെ താറാവുകളെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതും കണ്ടോ, ഇനിയാണ് കാണാൻ പോകുന്നത്. ഇവിടുത്തെ ഒരു ഒട്ടകമുണ്ട്, ഒട്ടകം. കണ്ടോ, അങ്ങോട്ട് വരാം. അതിന് മുമ്പ് ഈ കൂട്ടിൽ കുറച്ച് സംഭവങ്ങളുണ്ട്. ഇതൊക്കെ എന്താന്ന് മനസ്സിലായോ? ശരിക്കും നോക്കിയേ, സൂക്ഷിച്ച് നോക്കിയേ. കിട്ടിയോ? പിടി കിട്ടിയോ? ഇത് പരുന്ത്, ഈഗിൾ. ഇനി അപ്പുറത്തെ കാഴ്ചകൾ. ഒരു കൂട്ടിൽ വേറൊരു സംഭവമുണ്ട്, അത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. ലെവനെ കണ്ടിട്ടുണ്ടാവും, നേരത്തെ നമ്മൾ പറഞ്ഞ സംഭവം. ഇതൊക്കെ ഇനി ഇതാണ് വലിയ വേറൊരു സംഭവം, ഒട്ടകം. ആനമയിൽ ഒട്ടകം. ഇവിടെ ഒരു കഴുകൻ കുഞ്ഞുണ്ടായിരുന്നു, അതിനെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ഇതാ ഇവൻ കണ്ടോ, ഇവനാണ് കഴുകൻ. ഓക്കെ, കണ്ടോ, ഇവൻ ആളെ കിട്ടിയാൽ കൊത്തി തിന്നുന്നാണ് പറഞ്ഞത്. ഭക്ഷണമൊക്കെ ഇറച്ചിയൊക്കെയാണ് കൊടുക്കേണ്ടത്. പിന്നെ മാൻ കുഞ്ഞിനെ നമ്മൾ എവിടെ പോയാലും കാണും, അതുകൊണ്ട് വല്ലാതെ കാണണ്ട. ഇത് നോക്കിയേ, ഇത് എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. കാരണം ഭയങ്കര അട്രാക്റ്റീവ്, ഒരു വ്യത്യസ്ത കൗതുകം ഉണർത്തുന്ന ഒരു ജീവിയായി ഈ ഒട്ടകം മാറി. കണ്ടോ, ഇവിടെയൊക്കെ ഇവിടെ പോയപ്പോഴാണ് നമ്മൾ കണ്ടത് ടൈഗർ. വലിയ ടൈഗർ ഉണ്ടല്ലോ, അവിടെ ഫ്രീ ആക്കി വിട്ടിട്ടുള്ളതാണ്. ഇതിലെന്താന്ന് നോക്കട്ടെ കേട്ടോ. ഇതിൽ കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ പിന്നെ വല്ലാത്ത സംഭവമൊന്നുമില്ല. ഇത് ഫ്ലെമിഗോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അത് മറക്കരുത്. ഇതാണ് നമ്മളെ പുള്ളിപ്പുലി. കണ്ടോ, പാവം റെസ്റ്റ് എടുക്കുകയാണ്. പുള്ളിപ്പുലി റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. യവൻ കങ്കാരു, സോറി കരടി. കറുത്ത കരടി അല്ല കേട്ടോ, ഇവിടെ ബ്രൗൺ കളറ് കരടിയാണ്. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ ബ്രൗൺ കളറിലുള്ള കരടിനെ? യവൻ മൂങ്ങ, വെള്ളി മൂങ്ങയല്ല, ബ്രൗൺ മൂങ്ങ. നോക്കിയേ, കണ്ടോ. ഇതൊക്കെ ഒരു പ്രത്യേക രസം തന്നെയാണ്. ഈ കൂട്ടിലിങ്ങനെ ഇരിക്കുമ്പോഴേ കാണാൻ നല്ലൊരു കൗതുകമാണ്. ഇതിലൂടെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് എന്താ നോക്കിയേ, കണ്ടോ, ശരിക്കും നോക്കിയേ, മൂലൊക്കെ നോക്കിയേ, കണ്ടോ. ഇതൊരു വേറൊരു ടൈപ്പ് ജീവി കേട്ടോ. ചെറിയ കുഞ്ഞു ജീവികളാണ്, കുരങ്ങൻ്റെ മുഖം മാതിരി ഒരു കുഞ്ഞു ജീവി. ഇത് നല്ലൊരു കൗതുകമുള്ള ജീവിയാണ്. ഓക്കെ, കണ്ടോ, കണ്ണ്, മുഖം കണ്ടോ, വാട്ടെ ക്യൂട്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടൈഗർ കാ ഹുക്കും. ഇത് നിറച്ച് ടൈഗർ കേട്ടോ, കുറേ ഉണ്ട്, കുറച്ചൊന്നുമല്ല. കണ്ടോ, നിങ്ങൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഇതിൽ കുറേ എണ്ണം കാണും. കണ്ടോ, യവൻ പുലി. ഇതിലെന്താ നോക്കിയ, കണ്ടോ, ഇതെന്താ സംഭവം, എന്താ മനസ്സിലായോ? കുറുക്കനാണ് ഇവൻ. പക്ഷെ കുറുക്കൻ്റെ കൂട്ടിൽ വേറെ ആളുകളുണ്ട് കേട്ടോ. ഈ പുലിക്കുട്ടിൻ്റെ ഒരു ഭാഗത്താണ് ആ കുറുക്കൻ നിങ്ങൾക്ക് തോന്നും. ഇത് കണ്ടോ നിങ്ങൾ, ഇത് വേറൊരു സംഭവമാണ്. ഇതിൻ്റെ ഒരു പേര് എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. ഇത് വേറൊരു സംഭവം. ഇത് കണ്ടോ, നമ്മൾ കറുത്ത
കുതിര ഒരു പ്രത്യേക ടൈപ്പ് കുതിര അല്ലേ. ഇത് സീബ്ര. ഇതാണ് വരയൻ കുതിര, സീബ്ര. നമ്മളെ നോക്കി ചിരിക്കാണ്. ഇത് പിന്നെ ഫ്ലെമിഗോ. ഇതാണ്ടോ ഒരുത്തൻ തല കമത്തി പിടിച്ച് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരില്ല പറഞ്ഞിട്ട് വാശിയ. ഇത് ഒരു പ്രത്യേക ജീവൻ കേട്ടോ, നല്ല ക്യൂട്ടാണ്. മാൻകുട്ടിനെ പോലത്തെ വേറൊരു സംഭവമാണ്. മാൻകുട്ടി ആണോ ചോദിച്ചാൽ അല്ലേ, എന്നാൽ അല്ലേ ചോദിച്ചാൽ ആണ്, അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇതൊക്കെ നമ്മളെ കങ്കാരു ഏട്ടൻ, കുഞ്ഞി കങ്കാരു, ചാടി ചാടി പോണോ, ചാടി ചാടി പോണ കങ്കാരു കുഞ്ഞ്. ഇതാണ്ടോ എന്താ ചാട്ടം. ഇതൊക്കെ നമുക്ക് നിന്നിരുന്ന് ഫോട്ടോ എടുക്കാൻ. ഇതൊക്കെ കണ്ട ആകെ ഒറിജിനൽ ക്രോക്കഡൈലാണെന്ന് തോന്നും അല്ലേ, പക്ഷെ ഇതൊക്കെ ഒറിജിനൽ കേട്ടോ. ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ഒരു സംഭവം. ഇതൊക്കെ വെള്ളത്തിലിങ്ങനെ കിടക്കാണ്, കണ്ടോ, ഒരനക്കില്ലാതെ ആൾ കിടക്ക ഉണ്ടോ. ഇത് അറിയില്ലേ, യവനാണ് ആമക്കൊച്ച്. ഏറ്റവും ദീർഘകാലം ജീവിക്കുന്ന ഒരു ജീവിയാണ് ആമ. 100 കൂടുതൽ വർഷമൊക്കെ ജീവിക്കും എന്നാണ് പറയണത്. ഇത് ഇവിടുത്തെ വേറെ വേറെ ജീവികളാണ്. ഇവിടെ ഇതെന്തത്, ഇത് കണ്ടോ, ഇത് സംഭവം വേറെ വെറൈറ്റിയാണ്. സ്നേക്ക്, പൈത്തൺ. ഇതൊക്കെ ഞാനുണ്ട്. ഇത് ഇഷ്ടപ്പെട്ടോ? ഇതാണ് ഫിഷ്, ഫിഷ്. ഇത് ഇവിടെ ഭയങ്കര രസമാട്ടോ. ഇവിടെ ഒരുപാട് വിദേശികൾ ഇതൊക്കെ കണ്ട് വളരെ കൗതുകപ്പെട്ടു പോകുന്നത്. നമുക്കിതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഒരു നാട്ടിലെ മുഴു ആണെന്ന് തോന്നും. ഇതൊക്കെ ഈ ഒരു സ്നേക്കിനെ കണ്ടിട്ടുണ്ട് നിങ്ങൾ? ഇതൊരു വെറൈറ്റി സ്നേക്കാണ്, കണ്ടോ. നമ്മളിതൊന്നും നാട്ടിൽ കാണാത്ത ഒരു വേറെ ജീവിയാണ്. ഇതൊക്കെ ഗ്ലാസ്മൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. വാ, പേടിപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്ന കണ്ടോ. ഇതൊരു വെറൈറ്റിയാണ്. ഇതൊക്കെ അതിൻ്റെ ഓരോ വെറൈറ്റീസാണ്. മലമ്പാമ്പൊക്കെ അല്ലേ, നമ്മളെ നാട്ടിലെ മലമ്പാമ്പ്, അങ്ങനത്തെ ഒരു ടൈപ്പ് അല്ലേ, നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ വണ്ണൊന്നും ഭയങ്കരമായിട്ടുള്ള വണ്ണമെന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറുമട്ടത്തിലുള്ളതാണ്. പക്ഷെ കുറേ ഉണ്ട് കേട്ടോ, ഈ കൂട്ടിൽ നിറയെ ഉണ്ട്. ഇതിങ്ങനെ സഞ്ചരിക്കണുണ്ടോ, കാണുമ്പോൾ തന്നെ പേടിയാവും അല്ലേ. ഇത് വേറൊരു സംഭവം, നല്ല ഓന്തില്ലേ, വെറൈറ്റി ഓന്ത്. അങ്ങനെ ഞങ്ങൾ ബാക്കു സൂവിലായിരുന്നു പോയിരുന്നത്. ബാക്കു സൂ എന്ന് പറയുന്നത് വളരെ ലോകത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട, എവിടെയും കാണാത്ത തരത്തിലുള്ള ഒരുപാട് മൃഗങ്ങളെയും ജീവജാലങ്ങളെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് കുരങ്ങ് വർഗത്തിൽപ്പെട്ട പല ഐറ്റംസ്, സീബ്ര, കങ്കാരു തുടങ്ങിയ സാധനങ്ങളൊക്കെ നമുക്കിവിടെ കണ്ടിരുന്നു. വളരെ വൃത്തിയോടെയും വളരെ ഡിസിപ്ലിനോട് കൂടിയാണ് ഇവിടുത്തെ ജീവനക്കാർ ഈ സൂവിനെ പരിപാലിക്കുന്നത്. ഇവിടെ ബാക്കു വിസിറ്റ് ചെയ്ത എല്ലാവർക്കും വളരെ ഒരു വിസ്മയകരമായ ഒരു കാഴ്ച ഒരുക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ബാക്കു.